ആരോ വന്നു. അയ്യോ, ആരാ വന്നത്? ആരും വന്നതല്ല, ഇനി ഞങ്ങള് കണ്ടടാ. അതിന് ഞങ്ങള് കണ്ടില്ല. ആക്രാന്തങ്ങള് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇനി ആരെങ്കിലും വന്നാലും സിഗ്നൽ തരണ്ട കേട്ടാ. ഞാൻ കേറിയിട്ടെ നോങ്ങാവൂടാ. കുനിഞ്ഞിരി. അയ്യേ, ഞാൻ നിന്റെ പുറത്ത് കയറാം. ഇറങ്ങണം. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടലു നിറയെ കൈകളുള്ള ഭീകര സത്തുമായി സുഭദ്ര. ഇറങ്ങാനൊന്നും സമയമില്ല. നീ ഓടിച്ചു. കണ്ണു കാണാൻ വയ്യ. കണ്ണു കാണാൻ വയ്യെന്ന് എനിക്ക് കാണാം. നീ ഓടി. എങ്ങോട്ട്? കിഴക്കോട്ട്. കിഴക്കോട്ടോ? കൈമാറുക പുല്ലേ. ഓടിക്കോടാ. എന്നെ ഇവനെ ഇന്നലെ രാത്രിയിലെ ബഹളത്തിന് അവര് കണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളെ തിരിച്ചറിഞ്ഞാൽ കംപ്ലീറ്റ് പോയില്ലേ. ഇപ്പൊ ആ തള്ള തനിച്ചേ ഉള്ളൂ. ആരേലും വരുന്നതിന് മുമ്പ് അവരെ അടിച്ചൊതുക്കി ചാക്കി കയറണം. നിനക്കതിനുള്ള കഴിവുണ്ട്. നീ പോയാ മതി. അയ്യോ എന്റെ ദൈവമേ. ചെല്ലടാ. ഒന്നൂടടി. ഞെക്കിപ്പിടി. അവന് വെട്ടുകൊണ്ട് കാണുമോ? എന്റെ അമ്മ തള്ളക്ക് ഭ്രാന്താടാ. നീ അവിടെ കിടന്നെങ്കിൽ എല്ലാവരും വിളിച്ചെന്തിന്? ആളുകൾ വല്ല ഓടിക്കൂടിയിരുന്നെങ്കിൽ നമ്മുടെ അഭിമാനം ഉണ്ടാവുമായിരുന്നു. നിനക്ക് അഭിമാനമാണല്ലേ പ്രശ്നം? ആ തള്ളയുടെ വെട്ടങ്ങനെ എന്റെ നെഞ്ചത്ത് കൊണ്ടിരുന്നെങ്കിലാ. കൊണ്ടില്ലല്ലോ. കൊണ്ടിരുന്നേ കാണായിരുന്നു. എന്ത് കാണായിരുന്നു? എന്റെ നെഞ്ചത്ത് വെട്ടുകൊള്ളണതാ. അല്ലല്ല. നീ ഇപ്പൊ ചൂടാന്ന് എന്തിനാ? നീ തന്നെയല്ലേ പറഞ്ഞു നിന്റെ മുത്തശ്ശിയാണ് വളച്ച വളയുമെന്നൊക്കെ. അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് ഒരാപത്ത് ഒരു മോടിക്കളയാവോ? എടാ അതൊരു ആപത്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ? നീ അവരെ വളയ്ക്കാണെന്നല്ലേ ഞങ്ങൾ വിചാരിച്ചത്. പോടാ ചതിയന്മാരെ തെണ്ടികളെ. ഗോവിന്ദൻകുട്ടി, ഇനി എന്തായാലും നമ്മൾ പിന്മാറുന്ന പ്രശ്നമില്ല. അവൾ ഈ നാട്ടിൽ കാല് കുത്തി അന്ന് മുതൽ അവള് നമ്മുടേതായി. ഇനി അവളെ വിവാഹം കഴിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. നമ്മളോ? നമ്മള് 3-4 പേരില്ലടാ. അതിനെന്താ? പഞ്ചപാണ്ഡവന്മാർ 4 പേരും കൂടിയല്ലേ പണ്ട് ദമയന്തിയെ കെട്ടിയത്? ദമയന്തി അല്ലടാ, കുന്തി. കുന്തിയെങ്കിൽ കുന്തി കെട്ടിയല്ലോ. അതേപോലെ എവളും ചെയ്യട്ടെ അല്ലേ മഹാദേവ? പോടാ. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ 4 പേരെയും കൂടെ കെട്ടാല്ല, ആരെങ്കിലും ഒരാളെ. ആ ഒരാൾ ആരാണെന്ന് പറ. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഞാൻ ഏറ്റു. അയ്യടാ, നീ അങ്ങനെ തനിച്ച് ബുദ്ധിമുട്ടണ്ട, ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടാൻ തയ്യാറാണ്. അത് തന്നെ, നമ്മളെ മെട്ടിച്ച് ഒരു 5-ാമൻ അവളെ കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും അവളുടെ മേലൊരു കണ്ണു വേണം. ഒരു കണ്ണോ? അതിനുവേണ്ടി ഈ 2 കണ്ണുകളും ദാനം ചെയ്തിരിക്കുന്നു. ചെല്ലട്ടെ, നിക്ക്. നീ പോയിട്ടെന്താ ചെയ്യാൻ പോണത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോടാ. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. ഇനി വന്നേ. പറഞ്ഞേ. ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു.
അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിയിട്ട് അറിയാതെ പറ്റിയ പോലെ സോറി എന്ന് പറയുന്നു. ഓക്കെ. എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി സേതുമാധവന്റെ മുത്തച്ഛനല്ലേ എന്ന് ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു. ഇവൻ പോയാ വീഴൂ? ഞാൻ വീഴ്ത്തും. ഓക്കെ, നീ ചെല്ല്. അയ്യോ, എന്റെ അമ്മയെ നാട്ടിച്ച്. ഇന്നെന്താണത്? ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് സോറി. നിനക്ക് ഇത്ര വലിയ കണ്ടുണ്ടല്ലോ, മറ്റേക്കാ പോലെ. സോറി എന്തത് സോറി? മനുഷ്യന്റെ ദേഹത്ത് വന്ന് ഇടിച്ചിട്ടാണോ സോറി പറയുന്നത്? സോറി പറഞ്ഞില്ലേ? 75 രൂപയുടെ മരുന്നായത്. അതെ. കണ്ടാ പറ. താങ്ക് യു മോനെ, താങ്ക് യു വെരി മച്ച്. താമസൂട്ടി വിട്ടോളാ. ഞാൻ കൊല്ലവന്. എടാ, 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 കാലമാടാ. കത്തി വീഴാൻ വന്നു. നിന്നെ. ഇനിയിപ്പൊ കരഞ്ഞാ മതിയല്ലോ, നാണമില്ലാത്തവൻ. അയാളെ വീഴ്ത്താൻ ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോവണ്ട. എന്തൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ? അയാളെയും വീഴ്ത്തി, വഴിയെ പോയവരെയും വീഴ്ത്തി, നീയും വീണ് വയറും കീറിയപ്പോ സമാധാനമായല്ലോ. ചുമ്മാ ഇരിയടാ. ഡേ അപ്പുകുട്ടാ, ചോരയാണ് കണ്ടിരിക്കുന്നത്. അവളെ നിനക്ക് തന്നെ കിട്ടുന്ന ലക്ഷണമാ. എങ്കീച്ചില് വയറ്റത്തില്ല, എന്റെ ചങ്കിക്കേറിയാലും ഞാൻ സഹിക്കും. നമുക്കിനി ഇവരെ നേരിടാം. ഇടിക്ക് വീണ് ഇടിച്ചു വാടാ, ഇടിച്ചു വാടാ. കമാ, എഴുന്നേറ്റ് വാടാ. കമാ. നെക്സ്റ്റ്. കമാ. എഴുന്നേറ്റ് വാടാ. Get up. Come on. Come on, man. Up. എഴുന്നേറ്റ് വാടാ. Come on, get up. പഞ്ചും. എന്റെ അമ്മേ. അയ്യോ, ആ പിശാചികളെ കൊണ്ടാണല്ലോ വരുന്നത്. മുഹമ്മത്തിക്കോ? മുഹമ്മത്ര ഒത്തുക മുഖം. ദണ്ഡിത്തരം കാണിക്കുന്ന ദണ്ഡി. അയ്യോ, നീ എന്താ പറഞ്ഞത്? ധൈര്യമില്ലാത്തവൻ പ്രേമിക്കാൻ നടക്കരുത്. സാഹചര്യം ചൂഷണം ചെയ്യരുത്, സാഹചര്യം ചൂഷണം ചെയ്യരുത്. ഇവിടെ വെച്ചിരിക്കില്ല, നമുക്ക് മനസ്സമാധാനമായിട്ട് വീട്ടിൽ ചെന്നിട്ടിരിക്കാം. നീയാണ് മൈക്ക് ടൈസൺ. ഞാൻ വെറുതെ പറഞ്ഞത്. എന്റെ മൈക്ക് എനിക്ക് അപ്പൻഡിസൈറ്റിസ് ഉള്ളതാണ്. അയ്യോ. എക്സ്ക്യൂസ് മീ, യെസ്, ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടി, അവനെ ഞാനൊരു സ്ഥലം വരെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്റെ അമ്മനെ കെട്ടിക്കാനാ. എന്താ കാര്യം? എന്നോട് പറഞ്ഞോളൂ. ഒരു സേതുമാധവൻ അറിയോ? ആ അറിയോ? ആ, ബോംബെ യൂണിവേഴ്സിറ്റിയിലെ ബോക്സിംഗ് ചാമ്പ്യൻ സേതുമാധവനാണ് ഉദ്ദേശിക്കുന്നത്. അതെ, ഞാൻ ആ സേതുവിന്റെ സിസ്റ്ററാ, മായ. ഓ മൈ ഗോഡ്, സേതുവിന്റെ സിസ്റ്ററോ? ഞാൻ സേതുവിന്റെ ക്ലോസ് ഫ്രണ്ടാണ്, തോമസ് ഊട്ടി. എവിടെയോ നിന്നെ കണ്ടിട്ടുണ്ടല്ലോ. ഏയ്, എന്നെയോ? ആ, ഞാൻ പുറത്തിറങ്ങാറില്ല. കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും. അവരൊന്നും എഴുന്നേൽക്കാത്തത് എന്താ? ഇടി കൊണ്ട് ക്ഷീണിച്ച് കിടക്കുക. ഓ. ബോധം വരുമ്പോ എണീറ്റ് പൊയ്ക്കോളും. കൊള്ളാലോ നീ. 3 തടിയന്മാരെ ഒറ്റയ്ക്ക് ഇടിച്ച് കമത്തിരിക്കുന്നത്. ഇന്ന് 3 കൈ കിട്ടിയുള്ളൂ. സാധാരണ 5 6 ഒക്കെ ഉണ്ടാവും. ഓ, വരും, നമുക്ക് അപ്പുറത്തിരിക്കാം. ആ,
ഞങ്ങളൊക്കെ പിടിച്ചു പറിക്കാരും പോക്കറ്റ് അടിക്കാരും. നീ മാത്രം മാന്യൻ അല്ലടാ. അയ്യോ, അത് ഞാനൊരു അബദ്ധം പറഞ്ഞു പോയതാ. നിന്റെ ഒരു അബദ്ധം. പിടിച്ചോ പിടിച്ചോ, രണ്ടുപേരും പിടിച്ചോ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറ, അതുപോലെ ചെയ്തോളാം. നീ അവളെ മറക്കണം. മറക്കണോ? ഞാനെന്തിനാ മറക്കുന്നത്? അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. അതേടാ, ഇനി നിന്റെ കാര്യം പള്ളി തന്നെ പോയി പറയേണ്ടി വരും. ആരോട് ചോദിച്ചിട്ടാടാ നീ അവളുടെ ചേട്ടൻ സമ്മാനം കൊണ്ടുവന്നാണെന്ന് പറഞ്ഞത്? ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ. നീ അവന്റെ കൂട്ടുകാരനല്ല എന്ന് അങ്ങോട്ട് പറഞ്ഞേക്ക്. ഒന്ന് പോടാ. സേതു ഇവിടെ വന്നതിനെ കുറിച്ചും ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചും നമ്മൾ ഒരു കഥ ഉണ്ടാക്കണം. ആ കഥ അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. സേതുവിന് വേണ്ടി ജീവൻ വരെ നഷ്ടപ്പെടുത്താൻ തയ്യാറായ സുഹൃത്തുക്കളാണ് നമ്മളെന്ന് ആ കഥയിലൂടെ സ്ഥാപിച്ചെടുക്കണം. അതായത് ഈ കഥയിലെ നായകൻ സേതുവാണെങ്കിലും കയ്യടി കംപ്ലീറ്റ് നമുക്കായിരിക്കും. തോമസ് കുട്ടി ഇവിടെ വരൂ. നാളെ 4 മണിക്ക് ഞങ്ങൾ കോഫി ഹൗസിന്റെ മുമ്പിൽ കാണും. നീ അവളെ കൊണ്ട് അവിടെ വരണം. ഓക്കെ? 4 മണി എന്ന് പറഞ്ഞാൽ 4 മണി. 1 മിനിറ്റ് താമസിക്കരുത്. പിന്നെ ഒരു കാര്യം, അവിടെ കൊണ്ടുവരുന്നവരെ അവളോട് ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. മിണ്ടാൻ പാടില്ലേ? പിന്നെ അവളെന്തെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും? ചോദിച്ചാ പല്ലുവാനാണെന്ന് പറഞ്ഞേക്ക്.